ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു പെരുന്നാളൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പോൾ പെരുന്നാളിൻ്റെ ഭാഗമായി നമുക്കൊരു ചെറിയ ട്രിപ്പ് പോയാലോ. ഇത് രണ്ടാം പെരുന്നാൾക്കാട്ടോ പോകുന്നു, സൺഡേ. അപ്പോൾ നമ്മൾ തൃശ്ശൂർക്ക് ആദ്യം വിചാരിച്ചത് നമുക്ക് ജസ്റ്റ് ഊട്ടി ഒന്ന് പോയി വരാൻ വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായി പോയി, 10 മണി എങ്ങാണ്ടായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി തൃശ്ശൂർ ഭാഗം എവിടെയെങ്കിലും പോവാ വിചാരിച്ചു. അപ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോകാറുണ്ട്, അങ്ങനെ ഇറങ്ങി. ഇത് തൃശ്ശൂർ ആ വാട്ടർഫോൾസിലേക്ക് പോണ ആ റോഡാണ് കേട്ടോ. എല്ലാ വീട്ടിലും 2, 3, 4 റംബുട്ടാനെ പറയാം നിറച്ച് കായ്ച്ചിക്കുക. ഓല വീടിൻ്റെ റോഡ് സൈഡിൽ ഓലത് വിൽക്കുകയും ചെയ്യാം. നല്ല ഫ്രഷ് സാധനം. നമ്മൾ ഒരുപാട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഈ വല ഫുള്ള് വലയിട്ട് വെച്ചേക്കുക. ആ ഭാഗം പോയിട്ടാണ് വയറ് നിറച്ച് നമ്മൾ റംബുട്ടാൻ കഴിച്ചത്. നമ്മൾ ഒരുപാട് റംബുട്ടാൻ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നല്ല വെയിലാണ് ഇപ്പോൾ ഈ സമയമൊക്കെ കേട്ടോ. പകലൊക്കെ നല്ല വെയിലായിരുന്നു, രാത്രിയായപ്പോൾ പെട്ടെന്ന് ഷൂ പറഞ്ഞു മതി. പക്ഷെ ഇവിടെ വന്നപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ വാട്ടർഫോൾസ് കാണാൻ പോയപ്പോൾ അവിടെ ജനങ്ങൾ നുഞ്ഞിയായിരുന്നു, പറഞ്ഞാൽ നുഞ്ഞിയായിരുന്നു. ഇന്ന് ലച്ചൂസില്ല. അപ്പോൾ ഹാമിക്ക് ഭയങ്കര എന്തോ ഒരു ഇത്. ഓന് പിന്നെ വണ്ടി കയറിയാലും എവിടായാലും ഓന് കുപ്പായും ടൗസറും ഇല്ല. അപ്പം അമ്പേസ്മേൽ നിൽക്കണം. ഓനതാ ഓനിഷ്ടം. ഓൻ ടൗസറും കുപ്പായൊക്കെ ഊതിയിട്ടോ. ഇഷ്ടം പോലെ ടൂറിസ്റ്റുകാരുണ്ട് കേട്ടോ ഈ ഏരിയയിൽ. പിന്നെ സിൽവർ സ്ട്രോം, ഡ്രീം വേൾഡ്, ഇതൊക്കെ ഈ റൂട്ടായതുകൊണ്ട് ഈ റൂട്ട് അത്യാവശ്യം നല്ല തിരക്കുള്ള റൂട്ടാണ്. അങ്ങോട്ട് വലിയ പ്രശ്നമില്ല, സ്മൂത്തായി പോയി. ഇങ്ങോട്ട് റിട്ടേൺ അടിച്ചപ്പോഴാണ് നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫോൾസിനോട് പോയി ജസ്റ്റ് ഒന്ന് പോരുക ചെയ്തത്. അതിൻ്റെ ഇടയിൽ നമ്മൾ റംബുട്ടാനെ മാംഗോസോ അങ്ങനെ എന്തോ ആ ഒരു ഇപ്പോൾ ഇറങ്ങിയ ഫ്രൂട്ട് നമ്മൾ അടിപൊളിയായിട്ട്. പക്ഷേ ലച്ചില്ലാഞ്ഞിട്ട് അതിൻ്റേതായ എന്താ പറയുക, എന്തോ ഒരു പൊട്ടിത്തെറി ഇല്ലാത്തൊരു ഫീല്. കാരണം ഭയങ്കര വികൃതിയും കുസൃതിയാണുള്ളത്. പക്ഷെ ഓളില്ലാഞ്ഞാൽ അതൊരു വേറെ സങ്കടം തന്നെ. ഹസ്ബൻഡ് എപ്പോഴും പറയുന്നുണ്ട്, മൂപ്പരെപ്പോഴും പറയുന്നുണ്ട് കുട്ടി പോകുന്നില്ല. കാരണം ഓളാണ് നമ്മളെ മക്കളിൽ ഏറ്റവും കൂടുതൽ വികൃതി ആയാലും കുറുമ്പി. പക്ഷെ ആ കുറുമ്പില്ലാന്ന് വെച്ചിട്ട് ഭയങ്കര എന്തോ പോലെ വലിയ എന്തോ സാധനം നമ്മളെ അടുത്ത് ഇല്ലാത്ത ഒരു ഫീല്. ഡെയിലി വാഷ്റൂം പോകാൻ വേണ്ടി നമ്മൾ പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തിയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാട്ടോ ഈ റംബൂട്ടാൻ. നല്ല ഫ്രഷ് അപ്പം മരത്തുമ്പോൾ നിർത്ത പറിച്ചുന്ന റംബൂട്ടാനാണ്. ഇത് എന്താല്ലേ അടിപൊളിയല്ലേ, ഫ്രഷ് സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ കഴിക്കുന്നത്. ഞാൻ കുറേ കഴിച്ച് എനിക്ക് 2 കിലോൻ്റെ അടുത്ത് വാങ്ങി. അതൊക്കെ അവിടെ ഇരുന്ന് ഞങ്ങൾ രണ്ടാളും കഴിച്ച് തീർത്തു. വീട്ടിൽ കൊണ്ടുപോകാൻ വിചാരിച്ച് വാങ്ങിയതാണ്. വീട്ടിൽ കൊണ്ടുപോകാനുള്ള ക്ഷമയൊന്നും ഉണ്ടായില്ല. കണ്ടോ, ഇത് വാട്ടർഫോൾസിൻ്റെ അവിടെയുള്ള തിരക്കാണ്. ആ വാൽപ്പാറ റൂട്ടിലെ തിരക്കാണിത്. ഭയങ്കര തിരക്കിയിരുന്നു. ലാസ്റ്റ് എനിക്ക് ബോറടിച്ചാൻ തുടങ്ങി. എന്താണിത് തിരക്കിൻ്റെ ഇടയിൽ കൂടിയും നമ്മളതിൻ്റെ ഇടയിൽ കൂടെ നല്ല പോളിങ്ങാണ്. ഉണ്ടോ, ഇതാണ് ഇതിൻ്റെ പേരെന്താ പറയണേ, മങ്കൂസോ അങ്ങനെ എന്തോന്നാണ് പറയുന്നത്. എനിക്ക് ശരിക്കും അറിയില്ലേ. നിങ്ങൾക്ക് അറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനും കഴിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡിനും കൊടുക്കുന്നുണ്ട്. മോന് പിന്നെ അവിടെ ഞാൻ 1-2 കഴിച്ച് ഞാൻ ബാക്കിൽ വെച്ചു. അത് ഫുള്ള് പിന്നെ അവൻ അവിടെ ഇരുന്ന് കഴിച്ച് തീർത്ത്. പിന്നെ ഇത് വാൽപ്പാറയൊക്കെ പോണ ആ റൂട്ടാണ് കേട്ടോ. പക്ഷെ അത് കുറച്ച് നമ്മൾ പോയുള്ളൂ. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്കറ്റം പോയി നമ്മൾ റിട്ടേൺ അടിച്ചാൽ ചെയ്തത്. കാരണം അവിടെ നിന്ന് കുറച്ച് നടക്കാണ്ട് പറഞ്ഞപ്പോൾ പിന്നെ മക്കളെയും കൊണ്ടും കഴിയൂല വിചാരിച്ച് ഞങ്ങൾ റിട്ടേൺ പോന്നു. പിന്നെ റോട്ടിൽ നിന്ന് കാണാൻ പറ്റുന്ന അടിപൊളി വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വണ്ടിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു. പക്ഷെ ഭയങ്കര കൊടും കാടാണ്. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിന്ന് വരുന്ന വണ്ടിക്ക് പോകാൻ കഴിയില്ല. ഒരൊറ്റ വണ്ടി പോകാനുള്ള സ്പേസേ ആവുള്ളൂ. പക്ഷേ ടൂറിസ്റ്റുകൾ ഫുള്ള് ആ റൂട്ടാണ്. അങ്ങനെ ആ ആതിരപ്പള്ളി വാട്ടർഫോൾസ് പോണ ഇത് വരുന്ന ആ രീതിയൊക്കെ അങ്ങനെ ശരിക്കുണ്ട്. ഒരു സൈഡിൽ കാടും ഒരു സൈഡിൽ മറ്റേ അരുവിയും പിന്നെ ഒരു വെള്ളച്ചാട്ടം. ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം ഇതാട്ടോ. പക്ഷെ വണ്ടി നിർത്തണമെങ്കിൽ നിർത്തി നമുക്ക് ഇറങ്ങാം. പിന്നെ കുട്ടി മടി കിടന്ന് ഉറങ്ങിയിരുന്നു തോന്നുന്നു, എന്തെങ്കിലും ശരിക്കും ഓർമ്മയില്ല. നമ്മൾ ഇറങ്ങിയില്ല. പിന്നെ ഇവിടെ നിന്ന് തന്നെ നല്ലോണം കാണുന്നുണ്ട്, അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. നല്ല രസമല്ലേ ഇങ്ങനെ കാട്ടുകൂടി മലക്കൂടെ ഒക്കെ ടൂർ പോകാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു 5 മിനിറ്റ് തോന്നുന്നു വണ്ടി നിർത്തി ജസ്റ്റ് ഒന്ന് കണ്ട് നമ്മൾ കുറച്ചങ്ങോട്ടറ്റം കുറച്ചങ്ങോട്ടം ഇത് കഴിഞ്ഞിട്ട് ഒരു വാട്ടർഫോൾസും കൂടി ഉണ്ട്. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അവിടേക്കറ്റം പോയി. അവിടെ പിന്നെ ഇറങ്ങാൻ വിചാരിച്ചപ്പോൾ എനിക്ക് ഇറങ്ങാൻ എന്താ പറയുക എനിക്ക് തോന്നണില്ല. പിന്നെ കുട്ടി മടി കിടന്ന് ഉറങ്ങുകയാണ്, നീച്ചാലും ഇപ്പോൾ അതൊക്കെ ഇതാവും വിചാരിച്ചിട്ട് നമ്മൾ ഇതാക്കിയില്ല.
ഇറങ്ങിയില്ല. ഇത് ഇതാട്ടോ ഈ വാട്ടർഫോൾസ് ഇതിൽ കൂടെ അങ്ങനെ പോണത്. അവിടെ എന്തോ പാലെന്തോ വരുന്നുണ്ട്. ആ പാലം ആൾക്കാർ കയറിയിരുന്ന് കാണാനുള്ള പാലൊക്കെ വരുന്നുണ്ട് അവിടെ. അത് പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ എന്തോ വടിയൊക്കെ വെച്ച് ഇതാക്കി വെച്ച് നമ്മൾ റിട്ടേൺ പോകുന്നു കേട്ടോ. റിട്ടേൺ പോകുന്നതാണ്ട് പിന്നെ നമ്മൾ റിസോർട്ടിൽ നേരെ ചെക്കിൻ ചെയ്യുക ചെയ്യത്. വണ്ടി നിർത്തി മൂപ്പര് പോയി ചെക്കിൻ ചെയ്ത് വരാറുണ്ട്. ഞാനും മക്കളും വണ്ടിയിലിരുന്നു. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ജസ്റ്റ് ഫ്രഷായിട്ട് നമ്മൾ പിന്നെയും സാധനങ്ങൾ, കാരണം നമ്മൾ ഡ്രസ്സൊന്നും കയ്യിൽ കരുതിയിട്ടില്ല. നമ്മളങ്ങനെ ഒരു ട്രിപ്പ് പോയതല്ല, വൺ ഡേ ട്രിപ്പ് അടിച്ചതാണ്. പക്ഷെ സാഹചര്യം കൊണ്ട് നമുക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോയി. ഇതൊരു ഏകദേശം 5:30-6 മണി സമയത്താണ് നോക്കിയത്. പിന്നെ ഡ്രസ്സൊക്കെ പോയി പർച്ചേസ് ചെയ്തു. പിന്നെ പോയി വന്നിട്ട് നമ്മൾ ഫുഡ് റെസ്റ്റോറൻറ്റിൽ ഏൽപ്പിച്ച് പോയേക്കുന്നു. ഫുഡ് എന്താ വെച്ചാൽ ഞങ്ങൾ ഫുഡിന് കട്ട വെയിറ്റിംഗ് കേട്ടോ. ഞാൻ ഫ്രൈഡ് റൈസും ചിക്കൻ 65ഉം പിന്നെ മാംഗോ ജ്യൂസോ എന്തോ ഒരു ജ്യൂസും പറഞ്ഞു. എന്തെനിക്ക് കറക്റ്റ് ഓർമ്മല്ലേ. കുഞ്ഞുമോനും തന്നെ എന്തോ ചപ്പാത്തിയാണ് ഓർഡർ ചെയ്തത്. നോക്കണ്ട ഫുഡ് വരുന്നുണ്ട്. പക്ഷെ ലച്ചില്ലാത്തതിൻ്റെ ഫീല് നല്ലോണം ഉണ്ട് കേട്ടോ. കാരണം ഓള് ഇല്ലാഞ്ഞ ഭയങ്കര ഇതാണ്. അയാൾ വന്നുകാണ്ട് വീഡിയോയിലൊക്കെ തലയായിട്ട് പോയി അവിടെ ഇരിക്കണ്ട, അവിടെ വലിയ ആൾക്കാർ ഇരിക്കുന്ന ടേബിളാണ്, നിങ്ങൾ അപ്പുറത്തേക്ക് ഇരിക്കുക വെച്ചത്. ഞങ്ങൾ അപ്പുറത്തേക്ക് ഇരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളിയായി ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡ് കേട്ടോ. നമുക്ക് ഭയങ്കര പേഴ്സണലി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അവിടുത്തെ ഫുഡ്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തെ ഫുഡാണ്. പിന്നെ ഫുഡ് വന്നാൽ പിന്നെ നമ്മളെ പിടിച്ചാൻ കിട്ടും. നമ്മൾ പൂരാ കുറമുറും പേരും തീറ്റന് കണ്ടോ. കുഞ്ഞാപ്പി വരെ കുറമുറും തിന്നുന്നുണ്ട്. പക്ഷെ ഓന് പിന്നെ പൊതുവെ വിശപ്പില്ല, ഓൻ കഴിക്കണില്ല. കാരണം ഓന് എല്ലാ ഫ്രൂട്ട്സും നല്ലോണം കഴിച്ചിരിക്കണ്. ഇവിടെ എത്തുന്നത് വരെ എന്താ വെച്ചാൽ നമ്മൾ റിസോർട്ടിൽ എത്തുന്ന വരെ റംബുട്ടാനും മാംഗൂസ് തന്നെയൊക്കെ അതിൻ്റെ പേര് എനിക്ക് ശരിക്കറി ഒക്കെ കഴിക്കുന്നു. അപ്പോൾ ഓനധികം കഴിച്ചില്ല. പിന്നെ നമ്മൾ റൂമിലേക്ക് പോയി. പിന്നെ റൂമിൽ നിന്നുള്ള വ്യൂ ആട്ടോ ഇത്. ഈ റിസോർട്ടിൽ 3 പൂളുണ്ട്. അപ്പോൾ ഒന്ന് കിഡ്സിൻ്റെയും 2 വലിയ ആൾക്കാർക്ക് ചാടാനുള്ളതും. നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെ ഉള്ളൊരു റിസോർട്ടാണ്.